ശ്രീ എം ജയചന്ദ്രൻ, മുകേഷ് രാജിവെക്കണം, MLA സ്ഥാനത്തു നിന്ന് തന്നെ രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് 100 സ്ത്രീപക്ഷ പ്രവർത്തകർ ഇതിനകം ഒരു നിവേദനം, ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. മുകേഷ് ഇപ്പോൾ സിനിമാ നയരൂപീകരണ സമിതിയിൽ നിന്ന് മാറി നിൽക്കട്ടെ എന്ന് CPM ആലോചിക്കുന്നു. പക്ഷേ ആ തീരുമാനം മുകേഷിന് വിട്ടിരിക്കുകയാണ്. മുകേഷ് ആകട്ടെ അതിൽ തീരുമാനം എടുത്തിട്ടുമില്ല. MLA സ്ഥാനത്ത് മുകേഷ് നിൽക്കട്ടെ, തുടരട്ടെ എന്ന തീരുമാനം പാർട്ടി എടുക്കുന്നത് എന്തുകൊണ്ടാകാം? ഇത് ഈ വിഷയം മലയാള സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ചിലരുടെ പേരിൽ ഒരുപാട് ആരോപണങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അത് സംബന്ധിച്ച് മൊത്തത്തിൽ സമഗ്രമായ അന്വേഷണത്തിനാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം SIT രൂപീകരിച്ചിരിക്കുന്നത്. ആ SITയുടെ അന്വേഷണം നടക്കുന്നു. അവർ ഇന്ന് പലരുടെയും മൊഴിയെടുത്തായിട്ട് ഇപ്പോൾ തന്നെ റിപ്പോർട്ടിലും വാർത്തകൾ വരുന്നുണ്ടല്ലോ. ആ അന്വേഷണത്തിൽ അവരുടെ മൊഴിയെടുപ്പ് പൂർത്തിയായാൽ എന്താണ് മുമ്പോട്ടുള്ള നടപടി എന്ന് തങ്ങൾ തീരുമാനിക്കും എന്ന് SIT പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ മൊഴിയെടുപ്പിൽ കുറ്റക്കാരൻ എന്ന് തെളിയുന്ന, അവർക്ക് ബോധ്യപ്പെടുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെടുന്ന ആൾക്കെതിരെ FIR രജിസ്റ്റർ ചെയ്ത് നടപടികളായിട്ട് മുമ്പോട്ട് പോകും എന്നാണ് SIT വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഘട്ടം വരികയാണെങ്കിൽ, ഇപ്പോൾ മുകേഷിൻ്റെ കാര്യമാണല്ലോ താങ്കൾ ചോദിച്ചത്, മുകേഷിനെതിരെ അത്തരത്തിൽ മുകേഷ് ഇക്കാര്യത്തിൽ കുറ്റം ചെയ്തിട്ടുണ്ട് എന്നാണ് SITക്ക് ബോധ്യപ്പെടുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മുകേഷിനെ പ്രതി ചേർക്കുന്ന സാഹചര്യം വന്നാൽ, അത്തരമൊരു സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമാണ് മുകേഷ് MLA സ്ഥാനം രാജിവെക്കേണ്ടി വരിക. അതല്ലാതെ ഇപ്പോൾ ഉള്ളത് രാഷ്ട്രീയ പ്രേരിതമായ ഒരുപാട് ആരോപണങ്ങളുണ്ട്. അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹം രാജിവെക്കണം, നയരൂപീകരണ സമിതിയിൽ നിന്ന് വിട്ടുനിൽക്കണം, ഇത്ര ഒരുപാട് വാദങ്ങൾ വരുന്നുണ്ട്. അതിലൊന്നും തെറ്റ് പറയുന്നുമില്ല. പക്ഷേ രാഷ്ട്രീയ പ്രേരിതമായിട്ടല്ല ഇത് വരേണ്ടതെന്ന് ബാലഗോപാൽ ഇന്ന് മന്ത്രി പറഞ്ഞു കഴിഞ്ഞല്ലോ, കൊല്ലത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് പ്രശ്നമെന്ന് പറഞ്ഞാൽ ഈ ഇഷ്യൂ ജെനുവിനാണോ? ഇത് ചില നടികൾ തന്നെ ഇന്ന് ഉന്നയിച്ചിട്ടുണ്ടല്ലോ. സിനിമാ മേഖലയിൽ തന്നെ ഉള്ളവർ ചിലർ പറയുന്നുണ്ട്, ഉന്നയിക്കപ്പെട്ട പല ആരോപണങ്ങളും ജെനുവിനാണോ എന്ന സംശയമുണ്ട് എന്ന് അവർ പറയുന്നത്. ഞാനല്ല കേട്ടോ, എൻ്റെ വെർഷനും അല്ല അത്. അങ്ങനെ അവർ പറയുന്നതായിട്ട് കേൾക്കുന്നു മാധ്യമങ്ങളിൽ തന്നെ. അപ്പോൾ അതിൻ്റെ ജെനുവിനിറ്റി അത് അന്വേഷിക്കാനുള്ള ഉത്തരവാദിത്വം SITക്കാണുള്ളത്. ആ അന്വേഷണത്തിൽ ജെനുവിനാണ്, അതുകൊണ്ട് ഇയാൾ പ്രതി ചേർക്കപ്പെടാൻ പോവുകയാണ് എന്നാണ് നിലപാടെങ്കിൽ, അങ്ങനെ പ്രതി ചേർക്കപ്പെട്ടാൽ നിശ്ചയമായും രാജിവെക്കേണ്ടി വരും ആ ഘട്ടത്തിൽ. അതല്ലാതെ ഇപ്പോൾ കുറ്റാരോപിതനാണ് എന്നുള്ളതുകൊണ്ട് മാത്രം രാജിവെക്കണം എന്നുള്ളത് അത് ഈ രാഷ്ട്രീയ ആരോപണം മാത്രമായിട്ടാണ്. അതെന്തുകൊണ്ടാണ് മുന്നണിയിലെ വനിതാ നേതാക്കൾക്ക് ബോധ്യമാകാത്തത്, പാർട്ടിയിലെ വനിതാ നേതാക്കൾക്ക് ബോധ്യമാകാത്തത്? ഈ ജില്ലാ കമ്മിറ്റിയിൽ അവിടെ മേഴ്സിക്കുട്ടിയമ്മ അടക്കം എതിർപ്പ് അറിയിച്ചു എന്നാണ് ഞാൻ അറിയുന്നത്. മുന്നണിയിൽ നിന്നുള്ള എതിർ ശബ്ദമായി ആനി രാജയുടെ അടക്കം പരസ്യ പ്രതികരണം വന്നു കഴിഞ്ഞു. മുന്നണിയിൽ നിന്നുള്ള ആനി രാജ CPIയുടെ ദേശീയ നേതാവാണ്. ആനി രാജയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കാനായിട്ട് ഇതിനകം ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പറഞ്ഞതുപോലെ കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മുകേഷിനെതിരെ വലിയ വിമർശനം ഉയർന്നെന്നും മുകേഷ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടു എന്നുമൊക്കെയാണ് പുറത്തു വരുന്ന വാർത്തകൾ. പക്ഷേ അത്തരത്തിലുള്ള നിലപാടൊന്നും സെക്രട്ടേറിയറ്റിലുള്ളതായിട്ട് എൻ്റെ അറിവില്ല. സെക്രട്ടേറിയറ്റിൽ ചർച്ചകൾ നടന്നിട്ടുണ്ട്, ഈ വിഷയം ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട്. മുകേഷ് രാജിവെക്കണം എന്ന് കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റിൽ ആരെങ്കിലും നിലപാട് സ്വീകരിച്ചതായിട്ട് എൻ്റെ അറിവിൽ ഇതുവരെ വന്നിട്ടില്ല. വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ ആരുടെയും പേരൊന്നും പറയുന്നില്ല. താങ്കൾ പേര് അടക്കം പറഞ്ഞു, ഞാൻ പേരൊന്നും പറയുന്നില്ല. പക്ഷെ മുകേഷ് MLA സ്ഥാനം രാജിവെക്കണം എന്ന് കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഒരാവശ്യം ഉയർന്നതായിട്ട് എന്റെ ശ്രദ്ധയിൽ ഇതുവരെ വന്നിട്ടില്ല എന്നുള്ള കാര്യമേ ഞാൻ പറയുന്നു. താങ്കളുടെ ശ്രദ്ധയിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വന്ന പ്രതികരണങ്ങൾ വന്നിട്ടുണ്ടോ? സദാചാര ലംഘനം ആരോപിക്കപ്പെടുന്നയാളെ സ്ഥാനാർത്ഥിയാക്കിയതാണ് യഥാർത്ഥ കുറ്റമായി എന്ന കടുത്ത വിമർശനം അന്ന് ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. അത് PK ഗുരുദാസിന്റെ ഭാഗത്തുനിന്ന് വന്നതാണ്. അത് താങ്കളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അല്ല, കോണ്ടക്സ്റ്റ് ഇപ്പോഴത്തെ കാര്യമല്ലേ പറഞ്ഞത്. സിനിമാ വ്യവസായവുമായി ബന്ധപ്പെട്ട, സിനിമാ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ലേ ഇപ്പം. തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ഘട്ടത്തിൽ വരെ വിമർശനം ഉയർന്നതാണ്. ഇപ്പോൾ കടുത്ത ആരോപണം ഉയരുന്ന ഘട്ടത്തിൽ സ്വാഭാവികമായും ആ ജില്ലാ കമ്മിറ്റിയുടെ ആവശ്യം ഉയരും. മാത്രമല്ല, പാർട്ടി തനിക്കൊപ്പമില്ല എന്ന പരാതിയാണ് മുകേഷിനുള്ളതെന്നേ. അല്ല, ഇതൊക്കെ നിങ്ങൾ പറയുന്നു, വാർത്തകൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന ഞാനും കേൾക്കുന്നുണ്ട്. എങ്ങനെ വന്നാലാണ് താങ്കളത് സത്യമാണെന്ന് സമ്മതിക്കുക? എങ്ങനെ വരണം? അല്ലെ,
എൻ്റെ സത്യപ്രസ്താവനയ്ക്ക് യാതൊരു മൂല്യവും കൽപ്പിക്കേണ്ടതില്ല. അതവിടെ നിൽക്കട്ടെ. ഞാൻ എങ്ങനെ സത്യം അംഗീകരിക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് അതൊരു പ്രസക്തമായ കാര്യമല്ല. ഞാൻ പറഞ്ഞത് CPM അല്ലെങ്കിൽ LDFന് ഇക്കാര്യത്തിൽ നിലപാട് സ്വീകരിക്കാൻ കഴിയുന്നത് ഇങ്ങനെ വരുമ്പോഴാണ്. SIT ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. SITയുടെ അന്വേഷണം പുരോഗമിക്കുന്നു. SIT FIR അവർ പ്രതി ചേർക്കും അങ്ങനെയുള്ളവരെ എന്ന് അവർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. മൊഴിയെടുപ്പിന് ശേഷം അവരുടെ വിലയിരുത്തലിൽ തെളിവുകൾ അങ്ങനെ വരികയാണെങ്കിൽ അത്തരം ആൾക്കാരെ പ്രതി ചേർത്താണ് കേസ് രജിസ്റ്റർ ചെയ്യുക എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അത്തരം ഒരു ഘട്ടം വരികയാണെങ്കിൽ മുകേഷ് അല്ല ആരാണെങ്കിലും ശരി അവർക്ക് പിന്നീട് തുടരാൻ കഴിയില്ല എന്നുള്ള വസ്തുതയാണല്ലോ. അതല്ലാതെ ഇപ്പൊ കുറ്റാരോപിതനായി അതുകൊണ്ട് മാത്രം രാജിവെക്കണം എന്നുള്ള നിലപാട് CPM സ്വീകരിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയതെന്നാണ് ഞാൻ പറഞ്ഞത്. Debate with Smriti Parithikad.